2 ലോക റെക്കോർഡുകൾ ഒരേ വേദിയിൽ സ്വന്തമാക്കുവാനുള്ള ശ്രമവുമായി സംഗീത അധ്യാപകൻ സി ഇന്ദുചൂടനും ശിഷ്യരും മാർച്ച് 7-ന് പുഞ്ചവയൽ സെന്റ് മേരീസ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കുവാനുള്ള പ്രയത്നം നടക്കുക. വായ മൂടിക്കെട്ടി സംഗീതം ആലപിച്ചിട്ടുള്ള ആദ്യ പരിശ്രമത്തിൽ സരസ്വതി സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും പങ്കാളികളാകും. രണ്ടാമതായി ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അഗർബന്ദികളുടെ പ്രദർശനമാണ് നടക്കുക. നമ്മൾ 25 വർഷമായിട്ട് നമ്മുടെ മുണ്ടക്കയത്തുള്ള ഒരു സംഗീത വിദ്യാലയത്തിൻ്റെ ഗുരുനാഥനാണ് ഈ ഇന്ദുചൂടൻ എന്നയാൾ. അപ്പം 2 ലോക റെക്കോർഡുകൾ നേടാനുള്ള പരിശ്രമത്തിലാണ്. അതിൻ്റെ ഒരു ആദ്യഘട്ടമായിട്ട് പുഞ്ചവല്ലി വെച്ചാണ് ഇതിൻ്റെ ആദ്യഘട്ട പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടക്കമായിട്ട് പത്രസമ്മേളനത്തിൽ കൂടെ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ മുണ്ടക്കയത്ത് നടക്കുന്നുണ്ടെന്നും 25 വർഷമായിട്ട് മുണ്ടക്കയത്ത് നടക്കുന്ന ഒരു സംഗീത വിദ്യാലയമാണ്. നമ്മളൊക്കെ ഒരുപാട് മത്സരവേദികളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അതിനൊക്കെ എത്രയോ ഉയർന്ന തരത്തിൽ നിൽക്കുന്ന ഒന്നാണ് ലോക റെക്കോർഡ് എന്ന് പറയുന്നത്. 1000 പേർക്ക് മാത്രം കിട്ടുന്ന അപൂർവമായ ഒരു പരിപാടിയാണ് സരസ്വതി സംഗീത വിദ്യാലയം ആസൂത്രണം ചെയ്യുന്നത്. 2 ലോക റെക്കോർഡുകൾ ഒരേ വേദിയിൽ സ്വന്തമാക്കാനുള്ളൊരു പരിപാടിക്കുള്ള പ്രയത്നമാണ് ഞാനും സംഗീത വിദ്യാലയത്തിലെ കുട്ടികളും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒരു വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് വാ മൂടിക്കെട്ടി പരമാവധി ഗാനങ്ങൾ ആലാപനം ചെയ്യുക എന്നുള്ളതാണ്. അത് നിലവിൽ വേൾഡ് ചരിത്രത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അത് വേൾഡ് റെക്കോർഡിന് ഏറെ പുതുമകളുള്ളത് കൊണ്ടാണ് ആ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്, നമ്മുടെയൊക്കെ വീടുകളിലും ആരാധനാലയങ്ങളിലും കത്തിക്കുന്ന സാമ്പ്രാണിത്തിരികൾ, അത് ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ സാമ്പ്രാണിത്തിരികളുണ്ടോ അതിൻ്റെ നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിൽ, ഞാൻ വർഷങ്ങളായിട്ട് അതിനുള്ളൊരു പണിപ്പുരയിലായിരുന്നു. അപ്പം അങ്ങനെ 2 വേൾഡ് റെക്കോർഡാണ് നിലവിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്. അതിൽ സാമ്പ്രാണിത്തിരിയുടെ വേൾഡ് റെക്കോർഡിൽ എന്നോടൊപ്പം തന്നെ 16 ശിഷ്യഗണങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ശിഷ്യയാണ് അടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് പറയുവാനുള്ളത്, ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ വേൾഡ് റെക്കോർഡ് എന്താണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്നോ പലർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല, ഈ ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന ഈ പരിപാടിക്ക് പല സ്പോൺസർമാരും കാണും. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്പോൺസർമാരെ കിട്ടാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. ഒരു കാര്യം തുറന്നു പറയുന്നു, 3 ലോക റെക്കോർഡുകൾ ഒരേ വേദിയിൽ സ്വന്തമാക്കാനുള്ള പ്രയത്നമായിരുന്നു ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 2ലേക്ക് ഒതുക്കി. നമ്മുടെ പുഞ്ചവയൽ സെൻറ്റ് മേരീസ് LP സ്കൂളിൽ വെച്ച് മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ ഒരു ചരിത്ര മുഹൂർത്തം സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ സജ്ജനങ്ങളെയും സഹൃദയരെയും ഈ പരിപാടി കാണുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ റെക്കോർഡിൻ്റെ ഭാഗമാകാനും ഈ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥി എന്ന് മറ്റുള്ളവർ മുന്നിൽ പറയാനും കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനത്തെക്കാളേറെ നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം. അതായത് സംഗീതം, സാറ് നമ്മൾക്ക് സംഗീതം മാത്രമല്ല, ജീവിതത്തിലുടനീളം ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മുന്നോട്ട് സംഗീതത്തിലൂടെ നമ്മൾക്ക് രോഗം അല്ലെങ്കിൽ മാനസിക സന്തോഷം വരുത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോ ആധികാരികമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ നിലവിൽ ഉള്ളതും ഇല്ലാത്തതുമായ അഗർബന്ദികളുടെ ശേഖരണം സി ഇന്ദുചൂടൻ വർഷങ്ങളായുള്ള ശ്രമഫലമായാണ് ശേഖരിച്ചത്. സരസ്വതി സംഗീത വിദ്യാലയത്തിൻ്റെയും കാഞ്ഞിരപ്പള്ളി സന്തോഷ് ഹോട്ടലിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പ്രദർശനം പൊതുജനങ്ങൾക്ക് കാണുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സി ഇന്ദുചൂടൻ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.